ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതിൽ ഒരു വീഡിയോയ്ക്ക് 200-ൽ കൂടുതൽ വ്യൂസ് കിട്ടിയ അതൊരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ സന്തോഷം തരുന്നതാണ്. കാരണം ഞാൻ 2-3 വീഡിയോസ് ഇട്ടിട്ടു അത് 100-ൽ കൂടുതൽ വ്യൂസ് വന്നില്ലേ, 32, 60, 70 അങ്ങനത്തെ ഒരു ഇതിൽ പോയതാണ്. അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അതിലെനിക്ക് ആ ഒരു ഇത് 24 മണിക്കൂറിനുള്ളിൽ 200 കൂടുതൽ വ്യൂസ് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി കേട്ടോ. ഈ ഒരു ചെറിയ സന്തോഷം നിങ്ങളോടും കൂടി പങ്കുവെക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഈ 2 മരം മുറിക്കാൻ ആൾ വരുന്നുണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. കാരണം പ്രതീക്ഷിക്കാതെ ഒരാൾ മരം മുറിക്കാൻ വരാമെന്ന് പറയുമ്പോൾ നമുക്ക് പല സംഭവങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവുമല്ലോ. ഈ 2 മരത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ച് നമ്മൾ മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉള്ള വെള്ളം 2 ടാങ്കിലും 500-ൻ്റെ ടാങ്കിൽ ഇങ്ങനെ നിറച്ച് വെക്കലാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം. നമുക്ക് ഒഴിച്ച് വെക്കാൻ വേറൊരു പാത്രമോ സംഭവമൊന്നുമില്ല. അങ്ങനെ നീല ഇതുണ്ട്, റമ്മുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ച് ബാക്കി ബക്കറ്റിലേക്കും വെച്ചിട്ടോ. ബാക്കിയുള്ള വെള്ളം നമ്മൾ ഒഴിവാക്കി. കാരണം ഇവിടെ വെള്ളത്തിന് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. 1 മണിക്കൂർ വെള്ളം കിട്ടില്ല, മാക്സിമം പിടിച്ച് വെച്ചാൽ അത് ഉപകാരപ്പെടും എന്നുള്ളൊരവസ്ഥയിൽ അങ്ങനെ ആ വെള്ളമൊക്കെ ലാസ്റ്റ് ഒഴിവാക്കി. കാരണം എടുത്തേക്കാനും നേരമല്ല, ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ അവർക്ക് ആ സ്ഥലം ഒഴിച്ചും കൊടുക്കണം. കാരണം അതൊക്കെ ഒരു സ്ഥലമാണ്, അപ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുത്തേ പറ്റൂ. അങ്ങനെ ഒരു വന്നത് അങ്ങനെ മരമൊക്കെ മുറിച്ച്. ആദ്യം വിചാരിച്ച് നമ്മൾ ആ 2 മരം മാത്രമാണ് മുറിച്ചത്. കുറേ നമ്മൾ അവരോട് പറയണം മരം മുറിക്കണം, കാരണം നമ്മൾ വീട്ടിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ വലിയൊരു അപകടമാണല്ലോ. അപ്പോൾ കുറേ മുന്നേ പറഞ്ഞേക്കണം, ഇത് ഒരു മരം മുറിക്കണ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളവും സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ ഭാഗത്തും തെറ്റില്ല, അവർക്ക് ആവശ്യമുള്ളപ്പോഴാണ് അവർ മുറിക്കുക. അങ്ങനെ അതുമേലുള്ള കായാണ് കേട്ടോ. അത് മഹാഗണിയാണ് ഇത് മുറിച്ചത്. 2 മഹാഗണിയാണ് നമ്മൾ ഈ 2 ഏരിയയിൽ ഉണ്ടായത്. ആ മരമുള്ളപ്പോൾ നല്ല തണലും സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. ആ മരം പോയി കഴിഞ്ഞപ്പോൾ അതിൽ വലിയ രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആകാശമായാലും ക്ലിയറായി, നല്ല വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടിയ പോലെ ഉണ്ട്. അങ്ങനെ വെറുതെ ഒന്ന് ഞാൻ തൊടിക്ക് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ സംഭവം അവിടെയുള്ള എല്ലാ മരങ്ങളും ഒരു ഇതുപോലെ മുറിച്ചിട്ടാണ്. ഇതൊക്കെ ഏതാ മരം തന്നെ എനിക്കറിയില്ല. ഞാൻ കുറേ നോക്കി ഇതെന്താ സംഭവം, ഇത് പൂവാണോ കായാണോ എന്നുള്ളത്. വെട്ടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അറിയണം ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ടേനു എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങലൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് മരമാണെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് താഴേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഇവിടെയൊക്കെ തോനെ മരം ഒരു വെട്ടിയിട്ട് പോയിക്കണ്. ഇനി എന്താ ആവശ്യത്തിനാണോ അല്ലെങ്കിൽ ഈ സ്ഥലം വിൽക്കണുണ്ടോ എന്തിനാന്നുള്ളത് മനസ്സിലായില്ല. കാരണം പെട്ടെന്ന് രാവിലെ വന്ന് ഇവർ ഇങ്ങനെ ചെയ്തതാണല്ലോ. ഞാൻ ഇവിടെ വന്ന് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച മരം തേക്കും മാവും മാത്രമാണ്, ബാക്കിയെല്ലാം ഒരു വെട്ടിയിരിക്കണ് എന്നുള്ളത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായി. ഇപ്പം നല്ല കാറ്റും വെളിച്ചവും എല്ലാം കൊണ്ടും നല്ലതുണ്ട്, പക്ഷേ മരമാണ് വെട്ടിയെന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷേ ഓരോ ആവശ്യങ്ങൾക്കാകുമ്പോൾ നമുക്കൊന്നും പറയാനും പറ്റില്ല. മരമൊക്കെ പോയപ്പോൾ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടിയിട്ടോ. കാരണം മറ്റേ അടുത്തുള്ള മലകളൊക്കെ കാണാനുള്ള ഒരിതുണ്ട്. അതേപോലെ തന്നെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ പല പക്ഷികളുടെയും കിളികളൊക്കെ ശബ്ദങ്ങളെ നിറച്ചു. കാരണം ഓരോരു വാസകേന്ദ്രമായിരിക്കുമല്ലോ ഈ മരത്തിലേതെങ്കിലും ഒന്ന്. ഭയങ്കര സൗണ്ടൊക്കെ. ഇപ്പോൾ ചീവീടായാലും വേറെയുള്ള ചെറിയ ചെറിയ കിളികളൊക്കെ ആയാലും ഭയങ്കര സൗണ്ട് നേരം വെളുത്തപ്പോൾ ഉണ്ടായത് ഇവിടെ. ഇവർ ഈ മരം വെട്ടിയെന്നല്ലാതെ ഇതൊന്നും ഇവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കുക, ഒരു ഭാഗത്ത് ക്ലീൻ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഏരിയയിൽ നിന്ന് നമ്മൾ 2 ടാങ്ക് ഒഴിവാക്കി തൊടിയൊക്കെ തന്നെയാണ് എടുത്ത് വെച്ചത്. കാരണം മുറിച്ച് പോവല്ലോ, അതൊക്കെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്നും ചെയ്യാതെ പോയത്. നമ്മൾ 2 ടാങ്ക് കാലിയായിട്ട് ഇപ്പോഴും ഈ തൊടിയൊക്കെ എടുക്കുന്നതാണ്. കാരണം അത് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ മരം ഇതൊക്കെ എടുത്ത് ചാടും വേണോ. അങ്ങനെ ആ വെള്ളം നിറയ്ക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ടാങ്കിലാണ് ഉള്ളത്. അത് ഇപ്പം നമുക്കൊരു 1000-ൻ്റെ ഒരു ടാങ്കാണുള്ളത്. അത് വീടിൻ്റെ മുകളിൽ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്ത് വെച്ച സംഭവമാണ്. കണക്ഷൻ കൊടുക്കുക എന്നുള്ളത് പൈപ്പിംഗ് ഒക്കെ കൊടുത്താണ്. അല്ലാതെ മോട്ടർ അടിച്ച് കയറ്റൊന്നുമല്ല, ഓസ് വെച്ച് തന്നെ അതിലേക്ക് വെള്ളം നിറയ്ക്കൽ തന്നെ. ബാക്കി വെള്ളം ഇല്ലാത്തൊരവസ്ഥ എല്ലാവർക്കും മനസ്സിലാവില്ലേ. ഈ മഴ ആണെങ്കിലും മഴത്ത് പിടിച്ച് ഓപ്ഷനോ കാര്യമൊന്നും ഇവിടെ ഇല്ല. ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. എൻ്റെ ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഓക്കെ, ബൈ.